ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവിധ വിറ്റാമിൻസുകളും അടങ്ങിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു റാഡിഷിൻ്റെ ഭജിയ നമുക്കിന്ന് ഉണ്ടാക്കാം. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ റാഡിഷ് എടുത്തിട്ടുണ്ട്. ഇതിന് മുള്ളങ്കി എന്ന് പറയുന്നുണ്ട്, മൂട എന്നും പറയും, മുള്ളി എന്നും പറയും. ഇനി നമുക്ക് ഇതിൻ്റെ കിഴങ്ങ് പ്രത്യേകമായിട്ട് ഒന്ന് കൊത്തിയരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഇലകളും അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് കൊത്തിയരിഞ്ഞെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ നമുക്ക് നോക്കാം. ചെറുതായിട്ട് അരിഞ്ഞ റാഡിഷ്, അതിൻ്റെ ഇല അരിഞ്ഞത്, 1 കപ്പ് കടലമാവ്, മല്ലിയില, പച്ചമുളക്, അരിമോദകം, ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അരിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു വലിയ പാത്രത്തിലോട്ടിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ റാഡിഷിൻ്റെ വെള്ളം കൊണ്ട് നല്ലതുപോലെ നമുക്കത് കുഴഞ്ഞ് കിട്ടും. അത് നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ച് അത് എണ്ണ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറേശ്ശെയായി നമുക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ വളരെയധികം കുറച്ച് വയ്ക്കണം. അതെല്ലാം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി ഇട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ കുറഞ്ഞ തീയിൽ കിടന്ന് അത് വെന്ത് മുരിഞ്ഞ് കിട്ടണം. ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഒന്ന് ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ മുള്ളങ്കി നമുക്ക് ആരോഗ്യ ഗുണമുള്ള നല്ല ഒരു പച്ചക്കറിയാണ്. ശരീരഭാരം കുറയ്ക്കാനും അത് ഏറ്റവും നല്ലതാണ്. ഒരുപാട് പോഷകാംശ ഗുണം ഉള്ളതുമാണ്. ഇത് രക്തകോശങ്ങളുടെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനുമൊക്കെ ഇത് വളരെയധികം നമ്മളെ സഹായിക്കുന്നു. ദഹനത്തിനും വളരെയധികം നല്ലതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. BP കുറയ്ക്കാനും ഇത് സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ്. മുള്ളങ്കിക്ക് ഒരു എരിവും കയ്പും പുളിയും എല്ലാം ഉള്ളതാണ്. എന്നാലും അത് വളരെ ശരീരത്തിന് ഗുണമുള്ളതുകൊണ്ട് നമ്മളത് കഴിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. ചിലരൊക്കെ ഇത് സലാഡ് വെട്ടിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ നമുക്ക് കറി വെച്ച് കഴിക്കാം. ഇതുപോലെ തന്നെ ഭജിയ ഉണ്ടാക്കി കഴിക്കാം, പൊറോട്ട ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ എല്ലാ തരത്തിലും ഏത് തരത്തിലായാലും ഇത് കഴിക്കുന്നത് നമ്മളെ ശരീരത്തിന് വളരെയധികം നല്ലത് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഭജിയ ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിച്ചോളും. ശരീരത്തിന് നല്ലതാണ്. കൂടെ കഴിക്കാനായിട്ട് കുട്ടികൾക്കെല്ലാം ഇത് വളരെ ഇഷ്ടമുള്ള ഇതൊരു പലഹാരമാണ്. അങ്ങനെ ഒരു സോസിൻ്റെ കൂടെ കൊടുത്താൽ അവരത് കഴിച്ചുകൊള്ളും. വലിയവർക്കും അത് അങ്ങനെ കഴിക്കുവാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് ഇത് കറി വെച്ച് നമുക്ക് തോരനായിട്ട് വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. കറിയായിട്ട് വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഏറ്റവും ഗുണമുള്ള നല്ലൊരു പച്ചക്കറിയാണിത്. ഉള്ളതാണ്ട് അതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം നമുക്ക് കോരിയെടുക്കാം. നന്നായിട്ട് അത് മൂത്തിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം ഞാൻ കോരിയെടുത്ത് കഴിഞ്ഞു. മുള്ളങ്കി കൊണ്ടുള്ള ഭജിയ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.